നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ഇന്ന് ഈ ഓണനാളിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ഗായികയും അഭിനേത്രിയുമൊക്കെയായ സുനിത നെടുങ്ങാടിയാണ്. മാഡം സ്വാഗതം. അതിനോടൊപ്പം മാഡത്തിനും കുടുംബത്തിനും ഹൃദ്യമായ ഓണാശംസകൾ കൂടി നേരുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗായികയാണ്, അതുകൊണ്ട് നമുക്ക് ഒരു ഓണം മൂടാണല്ലോ. ഇപ്പോൾ നമുക്കൊരു ഓണപ്പാട്ടോട് കൂടിയാണ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. നമസ്കാരം. ഇത് കാണുന്നവർക്കും നിങ്ങൾക്കും തിരുവോണ ദിവസം തന്നെ രാവിലെ ഇങ്ങനെ ഓണത്തിനെ പറ്റി സംസാരിക്കാനും ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മാഡം. ഇതെൻ്റെ ഫസ്റ്റ് ആൽബമാണ്. ഞാൻ ആദ്യമായിട്ട് ആൽബത്തിൻ്റെ ലോകത്തിലേക്ക് വരുന്നത് ഈ പാട്ടിൽ കൂടെയാണ്. ഈ ഒരു പാട്ടാണ്. ഇതിൻ്റെ ഷൂട്ടിംഗ് ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു പാട്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇഷ്ടം പോലെ ആൽബം സോങ്സ് ആയല്ലോ എല്ലാവരും. ആൽബം എന്ന് പറയുന്നത് അതെ, സ്റ്റാർട്ടിംഗ് ആണ്. അതെ അതെ, അത് പാടാം. പുലരി പൊന്നോണ പൊൻപുലരി പുഞ്ചിരിച്ചെത്തുന്ന പൂപ്പുലരി പുഞ്ചിരി പൂമഴയിൽ പാരാകി പാടുന്നു. പുലരി പൊന്നോണ പൊൻപുലരി പുഞ്ചിരിച്ചെത്തുന്ന പൂപ്പുലരി പുഞ്ചിരി പൂമഴയിൽ പാരാകി പാടുന്നു. മാനത്തിൻ മുറ്റത്തുമേഴു വർണ്ണങ്ങൾ തൻ മായാമനോഹര മോഹസ്വപ്നം മാടി വിളിക്കുന്ന മാരിവില്ലിൻ മായാത്ത മയക്കുന്ന മന്ദഹാസം മധുര സ്മരണതൻ മാനസമഞ്ജലിൽ മാവേലി മണ്ണിലെത്തി. പുലരി പൊന്നോണ പൊൻപുലരി പുഞ്ചിരിച്ചെത്തുന്ന പൂപ്പുലരി പുഞ്ചിരി പൂമഴയിൽ പാരാകി പാടുന്നു. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. ഈ ഫസ്റ്റ് ആൽബം തന്നെ നമുക്കൊരു ഓണപ്പാട്ട് എങ്ങനെ സെലക്റ്റീവായി വന്നു അത് എനിക്കറിയില്ല. ഒരു ഭാഗ്യല്ലേ? അങ്ങനെയായിരുന്നു. ഓണപ്പാട്ടായിരുന്നു ആദ്യം. ഈ ഒരു ആൽബത്തിലെ കൂടെയാണ് ആദ്യമായിട്ട് വരുന്നത്. അതെ, ഞാൻ ഫസ്റ്റ് ആൽബം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യണ സോങ് അതാണ്. എങ്ങനെയാണ് ഈ ഓണമൊക്കെ സാധാരണ ആഘോഷിക്കാറ്? ഏറെക്കാലം വിദേശത്തായിരുന്നു. അതിനൊപ്പം നമുക്കറിയാം വളരെ ഒരു കലാകുടുംബം കൂടിയാണ്. ചെറുപ്പകാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഓണം ആഘോഷിച്ചിരുന്ന? അച്ഛൻ നമുക്കറിയാം പി നരേന്ദ്രനാഥ് ബാലസാഹിത്യകാരനായിരുന്നു. അപ്പോൾ ഒരു സാഹിത്യ കുടുംബം തന്നെയാണ്, കലാ കുടുംബം തന്നെയാണ്. ചെറുപ്പകാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ കുറേ മാറിയിട്ടൊക്കെ ഉണ്ടല്ലോ സാഹചര്യങ്ങൾ. എങ്ങനെയായിരുന്നു പണ്ടത്തേക്ക് ഓണം? അച്ഛൻ ഒരുപാട് ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഒരു ചെറിയ ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു ചേച്ചിയുടെ മോളുടെ 28 എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിലൊരു എന്താ പറയുക, പൂരത്തിനുള്ള ആൾക്കാരുണ്ടാവും. കൂട്ടുകുടുംബമല്ല അച്ഛന്, പക്ഷെ ഒരുപാട് വലിയ സുഹൃത്തുക്കളെയാണ്. പിന്നെ ഒരുപാട് ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടാവും വീട്ടിൽ. അങ്ങനെ ഒരുപാട് സെലിബ്രേഷൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അച്ഛൻ. അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഞങ്ങളുടെ ഓണം അധികവും അച്ഛൻ്റെ തറവാട്ടിലാവും, തൃശ്ശൂർ ചെമ്പുക്കാവ്. അച്ഛൻ്റെ വലിയ ഫാമിലിയാണ് ചെമ്പുക്കാവ്. അച്ഛമ്മയും പൊതുവെ തൃശ്ശൂർകാർക്ക് കുറച്ച് ആഘോഷം കൂടും സെലിബ്രേഷൻ കൂടും. അവിടെ വെച്ചിട്ടാണ് ഓണവും വിഷു ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറ്. അപ്പോൾ കസിൻസ് കുറേ ഉണ്ടാവും. ഞങ്ങൾ പൂ പറിക്കാൻ പോവും. പൂ പറിക്കാൻ പോണതൊരു പണി, തിരിച്ച് വന്ന് പൂവിട്ട് ആ ഒരു കളറും മണവും ഒന്നുമല്ല ഇപ്പോഴത്തെ ഓണത്തിന്. പക്ഷെ ഇപ്പോഴത്തെ ഓണവും സുന്ദരമാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഓണവും വളരെ അതിസുന്ദരമാണ്. നമ്മൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് നമുക്ക് രണ്ടും അറിയാമെന്ന് മാത്രം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതറിയില്ല, നമുക്ക് രണ്ടും അറിയാം. ഒരു എന്താ പറയുക, ഫാസ്റ്റ് ആയിട്ടുള്ള ഓണവും സ്ലോ ആയിട്ടുള്ള ഓണവും നമുക്കറിയാം. രണ്ടും ഹൃദ്യം തന്നെ അല്ലേ? നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുക എന്ന് എന്തായാലും ആ ഗൃഹാതുരത ഉണർത്തുന്ന ആ ഓണത്തിൻ്റെ പഴയ കാലം തന്നെയാവും അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് വിദേശത്ത് പോയി കഴിഞ്ഞാലേ അറിയുള്ളൂ. പ്രവാസികൾക്ക്
ഓണവും വിഷുവും പൂരവും അമ്പലങ്ങളിലത്തെ വേലയും ഒക്കെ എത്രത്തോളം മിസ് ചെയ്യണമെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. ഇന്തോനേഷ്യയിൽ പോയപ്പോഴാണ് നമ്മുടെ നാട്ടിൻ്റെ ഉത്സവങ്ങളുടെ, പ്രത്യേകിച്ച് ഓണത്തിൻ്റെ കളറും വിലയും ഒക്കെ അറിയണത്. കാരണം അവിടെ കൊന്ന കിട്ടില്ല, അല്ല കൊന്ന എന്താണ്, കൊന്നയല്ല, കണി വെക്കാൻ കൊന്ന കിട്ടില്ല. അപ്പം നമ്മൾ സിംബോളിക്കായിട്ട് ഏതെങ്കിലും ഒരു മഞ്ഞപ്പൂ വെക്കും സമാധാനത്തിന്. വിഷുവിൻ്റെ കാര്യം പറഞ്ഞു വന്നേ ഉള്ളൂ. പൂക്കളം ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഉള്ളവരെ വെച്ച് ഞങ്ങൾ സദ്യ ഉണ്ടാക്കും, ഉള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് സദ്യ ഉണ്ടാക്കും. ഒന്നും മിസ് ചെയ്തിട്ടില്ല. അതായത് നമ്മളുടെ സദ്യയോ വടംവലിയോ അതൊന്നും മിസ് ചെയ്തിട്ടില്ല. മാവേലി അടക്കം ഉണ്ടാവും. പക്ഷെ ആ ഓണം വേറെ, ഈ ഓണം വേറെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ആളുകൾ ഇന്ന് പുറത്തുള്ളവരാണ്. ഇപ്പോൾ മലയാളി അസോസിയേഷനൊക്കെയാണ് ഗംഭീരമായിട്ട്, ഇപ്പോൾ ദുബായിലൊക്കെ ഗംഭീരമായിട്ട് ഓണാഘോഷം കൊണ്ടാടുന്നുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ പൂരമൊക്കെ അവിടെ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു ദുബായിലൊക്കെ. അതുപോലെ അവിടെ ഒരു രസമാണ്. അവിടുത്തെ വേറൊരു ഓണാണെങ്കിൽ കൂടി ഒരുമിപ്പിക്കുന്ന ഒരു ഉത്സവമല്ലേ, ഒരുമടയാണ്. മലയാളികൾ. അതെന്താണെന്നറിയോ, അത് മിസ് ചെയ്യണോണ്ടാണ്. നാടിനെയും ആ സമയത്ത് നമുക്ക് നമ്മുടെ നാടിനെയും വീട്ടുകാരെയും ഒക്കെ മിസ് ചെയ്യണോണ്ട് നമ്മൾ കൂടുതൽ പെയിൻ എടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ഹൃദയത്തിനോട് അടുപ്പിച്ച് ആ ഓണങ്ങൾ ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ അത് നാട്ടിൽ തന്നെയേക്കാൾ സുന്ദരമാവാറുണ്ട്. നമ്മുടെ നാടിനെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ ആഘോഷങ്ങളിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറമേ ആണെങ്കിൽ ആണ് ഇതിന്റെയൊക്കെ വില കുറച്ചുകൂടി നമുക്ക് അറിയാം. നമ്മൾ മിസ് ചെയ്ത ഒരു സാധനമാണ്. അപ്പൊ പിന്നെ എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ ഈ ഇന്തോനേഷ്യയിൽ? അവിടെ ഇങ്ങനെ ജോബായിട്ട് പോയതാണോ അതോ കലയുമായി ബന്ധപ്പെട്ട് പോയതായിരുന്നു? ഹസ്ബൻഡിന് ജോബ് അവിടെയായിരുന്നു. അങ്ങനെയാണ് മാരേജ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണത്. ഞാൻ അവിടെ വെച്ചിട്ട് ഒരു ബാൻഡ് തുടങ്ങി, മ്യൂസിക് ബാൻഡ്. അതിന്റെ പേര് സാഹിതി എന്നായിരുന്നു. ഈ ഇന്തോനേഷ്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളുടെ ഹിന്ദി സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷാരൂഖ് ഖാൻ്റെയും ഒക്കെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നമ്മളെയും നമ്മളുടെ സിനിമകളും ആരാധിക്കുന്ന ആൾക്കാരാണ് അവർ. കൾച്ചറിനോട് ഏകദേശം സാമ്യമുള്ള കൾച്ചറൊക്കെയാണെന്ന് തോന്നുന്നു. അത് ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഇന്തോനേഷ്യ. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹിന്ദു കൾച്ചറുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്ത് പോണ ഒരു ജനമാണ് അവിടെ. അത്ഭുതം തോന്നും. അവിടുത്തെ നമ്മുടെ ഒളിമ്പിക്സ് എന്ന് പറയില്ലേ, അതുപോലെ അവിടുത്തെ സ്പോർട്സിൻ്റെ സിമ്പിൾ ഹനുമാനാണ്. അവരുടെ കറൻസിയിൽ ഗണപതിയാണ്. അവരുടെ മാരേജിൻ്റെ തലേ ദിവസം അവർ ചെയ്യണത് രാമായണം ബാലയാണ്. ഇവരുടെ പേര് സീത, ഘടോൽക്കജൻ, റാം എന്നൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംസ്കൃതം പണ്ട് ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ഇംഗ്ലീഷിൻ്റെ പോലെ ആയിരുന്നില്ലേ പണ്ട് സംസ്കൃതം. ഈ സംസ്കൃതത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം അവിടെ ഈ ഒരു കൾച്ചർ. ഞാൻ കണ്ട വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇന്തോനേഷ്യ. അത് ഇവിടെ ഇന്നിപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പം നമ്മുടെ തൊട്ടേന് പിടിച്ചേന് വിഷം വെക്കണ്ടല്ലോ, വായ തുറന്നാൽ വിഷമാണല്ലോ. എന്ത് പറയണം, എവിടെ പറയണം, എപ്പോൾ പറയണം എന്ന് നമ്മൾ അത്രയും ആലോചിച്ച് സംസാരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാവരും അറിയട്ടെ. ഇപ്പോഴും ഇങ്ങനെ ഒരു ജനത ഉണ്ടെന്ന് അറിയട്ടെ. അല്ലേ, എന്ത് രസമാണെന്നറിയോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെയുള്ള ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? പിന്നെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ അവിടുത്തെ ആൾക്കാരായാലും അവിടുത്തെ സുഹൃത്തുക്കളായാലും ഒരു മനസ്സിനോട് ചേർത്ത് വെക്കേണ്ട ഊഷ്മളമായ ബന്ധങ്ങളാണ്. ജാടല്ലാത്ത ആൾക്കാരാണ്, പറയാതെ വയ്യ. നല്ലൊരു അനുഭവമായിരുന്നു അവിടെ നിന്ന് കിട്ടിയതല്ലേ? പിന്നെ അതിനുശേഷം ദുബായിലും ഉണ്ടായിരുന്നു. ദുബായിൽ, പക്ഷേ ഇന്തോനേഷ്യയിൽ ഞാൻ 10 കൊല്ലം അവിടെ തന്നെ ആയിരുന്നു. ദുബായിലായപ്പോഴേക്ക് ഞാൻ എന്താണ് സിംഗറായിട്ട് പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ പൂവലും വരലുമായി. ഈ ഗസൽ ഗായികയായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അതായത് കവിതകൾ ഗസൽ രൂപത്തിലേക്ക് മാറ്റി ആലപിക്കുക എന്ന രീതിയിലേക്ക് ആണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണല്ലോ മേഡത്തെ കൂടുതൽ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം വന്നത്? അത് മനസ്സിൽ തോന്നിയതാണോ? അങ്ങനെ ഒരു വേറിട്ടൊരു ആശയം? ഞാൻ പറയാം. അച്ഛൻ സാഹിത്യകാരനാണല്ലോ. അപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വായന ഉണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓണം വിഷു ഒക്കെ തൃശ്ശൂരാണ് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ ആ സമയത്ത് അച്ഛന് ട്രാൻസ്ഫർ ആവണ കാരണം ഓരോ സമയം ഓരോ സ്ഥലത്തായിരിക്കും. തലശ്ശേരി ടു തൃശ്ശൂർ കാറിൽ പോകും. വലിയ ജേർണി അല്ലേ. അച്ഛൻ മുമ്പിലിരിക്കും, ഞങ്ങൾ കുട്ടികളും അമ്മയൊക്കെ പിന്നിലിരിക്കും. അച്ഛൻ അവിടുന്ന് കവിത പാടും, ഞങ്ങൾ ഇവിടുന്ന് ഏറ്റുപാടും. അപ്പോൾ ഈ ഒരു 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഈ കവിതകളുടെ മനസ്സിലാക്കിയിട്ടല്ല കേട്ടോ, കവിതകളുടെ ഋത്വവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു.
വലുതാവും തോറും അതിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. ഞാൻ കഥകളേക്കാൾ കൂടുതൽ കവിതകളാണ് വായിച്ചിരുന്നത്. കവിതകളോടുള്ള ഇഷ്ടമാണ് എന്നെ ഗസലിലേക്ക് നയിച്ചത്. ഗുലാം അലിയുടെ, ഞാനും ഹസ്ബൻഡും കൂടി ബോംബെയിൽ പോയപ്പോൾ ഗുലാം അലിയുടെ ഒരു ലൈവ്, പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുലാം അലിയുടെ കോൺസേർട്ട് കാണാൻ ഇടയായി. അപ്പോഴാണ് ഗസൽ എന്നുള്ളൊരു മായാപ്രപഞ്ചത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. പിന്നെ ഞാനത് വിട്ടിട്ടില്ല. ഞാൻ ബോംബെയിൽ നിന്ന് തന്നെ അതിനെപ്പറ്റി അറിഞ്ഞ് ഇന്തോനേഷ്യയിലെത്തി അത് കൂടുതൽ കേട്ടു. അർത്ഥം അറിയാതെയും എന്താണ് പാടണതെന്നറിയാതെയും ചെറിയ ചെറിയ സുഹൃത്ത് സംഗമങ്ങളിലൊക്കെ അത് പാടി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഫിലിം സോങ്സ് എന്നുള്ളതിനേക്കാൾ ഓർക്കസ്ട്രയിൽ ഒരു ഗാനമേള അവതരിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് യോജിക്കുന്നത് ഗസലാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തിരിച്ച് ഞാൻ ബോംബെയിലേക്ക് പോയി. അവിടുന്ന് ഹിന്ദുസ്ഥാനി പഠിച്ചു, ഇപ്പോഴും പഠിക്കുന്നുണ്ട്. കർണാട്ടിക്കാണ് മുമ്പ് പഠിച്ചിരുന്നത്. ഗസലാണ് എൻ്റെ വഴി എന്ന് അറിഞ്ഞപ്പോൾ അത് വിട്ട് ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നു. അതാണ് ചെറുപ്പത്തിൽ പഠിച്ചിരുന്നത്. ബേസിക് അതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഗസലിനോട് താല്പര്യം തോന്നിയോണ്ടാണ് ഹിന്ദുസ്ഥാനി പഠിക്കുന്നത്. ഒരു ഗസൽ നമുക്കൊന്ന് പാടിയാലോ? തീർച്ചയായിട്ടും. प्यार भरे दो शर्मीले जिनसे मिला मेरे दिल को चैन कोई जाने ना क्यों मुझसे शर्माए कैसे मुझे तड़पाए प्यार भरे दो शर्मीले जिनसे मिला मेरे दिल को चैन कोई जाने ना क्यों मुझसे शर्माए कैसे मुझे तड़पाए प्यार भरे दो शर्मीले दिल ये कहे तुझसे बिछड़ ना जाऊं होके तुझे मिलने के राह न पाऊं ऐसा न हो जब भी तेरा नाम लगो पर डालो मैं आंसू बन जाऊं जिनसे मिला मेरे दिल को चैन कोई जाने ना क्यों मुझसे शर्माए कैसे मुझे तड़पाए प्यार भरे दो शर्मीले നമ്മൾ ലയിച്ചു പോകുന്ന പാട്ടുകളാണ്. ഗസലിന്റെ ഒരു സ്വഭാവം അതാണ്, നമ്മളെ ലയിപ്പിച്ചിരുത്തുമില്ലേ. ഈ ഹിന്ദി ഗസലെന്നായിരുന്നു തുടക്കം? ഹിന്ദി ഗസലെന്നായിരുന്നു തുടക്കം. അത് കഴിഞ്ഞ് ഇന്തോനേഷ്യയിൽ ഗസൽ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നമ്മൾക്ക് നോർത്ത് ഇന്ത്യൻ ക്രൗഡ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഹിന്ദി എനിക്ക് മറിച്ച് ചെയ്യാൻ ചെയ്യുമായിരുന്നില്ല. ഹിന്ദി ഗസൽ, ഉറുദു ഹിന്ദി ഗസൽ തന്നെയാണ് ചെയ്തിരുന്നത്. തിരിച്ച് കേരളത്തിൽ കോൺസേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ബാബുക്കയും ഭാസ്കരൻ മാഷും വയലാറും ONV ഒന്നും ഇല്ലാതെ നമ്മുടെ കോൺസേർട്ട് കംപ്ലീറ്റ് ആവണില്ല. അപ്പോൾ ബാബുക്കയുടെ പാട്ട് പാടാതെ എനിക്ക് വേദി വിടാൻ പറ്റില്ല. കാരണം ബാബുക്കയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് മലയാളിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ബാബുക്കയല്ലേ അല്ലേ?
നമ്മൾക്ക് ഞാൻ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ തന്നെ നോക്കൂ, പണ്ടത്തെ പാട്ടുകളാണ് കുട്ടികളൊക്കെ പാടുന്നത്. ഇപ്പോൾ അതെ, അതാണ് പുതിയ തലമുറയും കൂടി അത് ഏറ്റുപാടുകയാണ്. അതാണ് അതിന്റെ ഒരു സമ്പന്നത എന്ന് പറയണത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മലയാളവും ഉറുദുവും ഹിന്ദിയും എല്ലാം മിക്സ് ചെയ്ത് പാടും. അപ്പോഴാണ് ഇവിടെ സക്സസ് ആവുക. ഈ മലയാളത്തിലേതായിരുന്നു നമ്മൾ തിരഞ്ഞെടുത്ത ആ ഗസൽ? കുറേ ഉണ്ട്, എങ്കിലും കൂടി ആദ്യമായിട്ടൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമല്ലോ ഒരു പാട്ട്. അതന്നെയാണ് ലാസ്റ്റും, അതൊന്നും ഒക്കെ തന്നെയാണ് എവർഗ്രീൻ. എപ്പോഴും എവർഗ്രീനായിട്ട് അതന്നെയാണ്. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ നാണിച്ചു നാണിച്ചു അതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. നാണിച്ചു നാണിച്ചു അതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. താനെ തിരിഞ്ഞും മാറിഞ്ഞും തൻ താമരമെത്തയിൽ ഉരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ഇതൊന്നും ഇല്ലാതെ പാടിയാൽ എനിക്കും കംപ്ലീഷൻ തോന്നില്ല. ഇപ്പോഴും ഈ വേദികളിൽ ഇതൊക്കെ പാടാറുണ്ട്. മസ്റ്റാണ്. എങ്ങനെയാണ് ഈ കവിതകൾ നമുക്ക് മാറ്റി തുടങ്ങിയത് ഈ ഗസലിന്റെ രൂപത്തിലേക്ക്? അത് കുറച്ച് ശ്രമകരമായിരുന്നു. അത് തുടങ്ങിയത് കോവിഡിന്റെ സമയത്താണ്. കവിതകൾ വായിച്ച് ശീലമുള്ളതുകൊണ്ട് ഗസലും കവിതകളാണെന്ന് എനിക്ക് അറിയണമുണ്ട്. അതുവരെ പക്ഷെ അങ്ങനെ ഒരു ഐഡിയ തോന്നിയിരുന്നില്ല. നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ ഈ 4 ചുമരിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ആണ് ഈ ഐഡിയ വന്നത്. പ്രോഗ്രാമും ഇല്ല, കുറേ ഫ്രീ ടൈമും ആണ്. വായനയും കൂടി, ചിന്തിക്കൽ കൂടി, സമയമുണ്ട്. നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനും അവരെ കേൾക്കാനും നമുക്ക് സമയമുണ്ട് അല്ലേ. കോവിഡ് ഇൻഡയറക്റ്റ്ലി ഒരു അനുഗ്രഹം ആയിരുന്നു എന്നും കൂടി എനിക്ക് ചിലപ്പോൾ കുറച്ച് സ്വാർത്ഥമാണെങ്കിലും തോന്നാറുണ്ട് കേട്ടോ. നമ്മളുടെ ഫാസ്റ്റ് ലൈഫ് ഒന്ന് സ്ലോ ആയി തുടങ്ങി അല്ലേ. നമ്മളെ തന്നെ അറിയാൻ തുടങ്ങി. അതെ, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങി അല്ലേ. നമ്മൾ എത്ര നിസ്സാരമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ സമയങ്ങളായിരുന്നു കോവിഡ്. അതെ, ആ സമയത്താണ് സുഗതകുമാരിയുടെ നന്ദി, പിയുടെ കവിതകൾ, വയലാറിൻ്റെ കവിതകൾ ഒക്കെ ഞാൻ കവിതാക്കിയത്, എന്തായിരുന്നു പറയാം, ഗസലാക്കിയത്. യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് വീഡിയോ ഇല്ലാതെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നന്ദി എന്നുള്ള കവിതയും വിത്തും കൈക്കോട്ടും പിയുടെ രാജഹംസം വയലാറിൻ്റെ ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് കവിത ഗസലാക്കി എഡിറ്റ് ചെയ്ത് ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ, അതായത് യൂട്യൂബ് ചാനലിൽ ഒരു ഗസൽ അല്ലെങ്കിൽ ഒരു പാട്ടിടുമ്പോൾ അതിനൊരു ഫോം ഉണ്ടാവണമല്ലോ, 3-4 പാരഗ്രാഫേ പാടുള്ളൂ. അപ്പോൾ അതിന്ന് പറ്റണ വരികളെടുത്ത് ഗസലാക്കി. എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് അക്സെപ്റ്റബിൾ ആവോ, ക്രിറ്റിസിസം ഉണ്ടാവോ എന്നൊക്കെ. കാരണം വളരെ പുതിയ രീതിയിലുള്ള ഒരു പരീക്ഷണമാണല്ലോ. പക്ഷേ ഈ കോവിഡ് കാരണമായിരിക്കാം എൻ്റെ ഈ അന്തർമുഖത്വം എല്ലാവർക്കും ഉണ്ടായിരുന്നിരിക്കാം. അത് വളരെ അപ്രീഷിയേറ്റ് ആവുകയാണ് ചെയ്തത്, എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് എത്രത്തോളം ശ്രമകരമായിരുന്നു അന്ന്? അത് ഇപ്പം നമുക്കറിയാം, ഒരു കവിത ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു രൂപമുണ്ട്. അതല്ല ശരിക്കും ഗസലിന് വേണ്ടത്. ഗസലിന് കുറച്ചും കൂടി കവിതയുടെ വാക്കുകൾ അത്ര കട്ടി വാക്കുകളൊന്നും ചിലപ്പോൾ ഗസലിന് പറ്റില്ല എന്ന് വന്നേക്കാം. അതൊക്കെ മാറ്റിയിട്ടായിരുന്നു, അതൊക്കെ എങ്ങനെയായിരുന്നു ചിട്ടപ്പെടുത്തിയിരുന്നത്? നമുക്ക് ഒരിക്കലും ഒരു കവിയോ കവയിത്രിയോ എഴുതി വെച്ച വേർഡ്സ് മാറ്റാൻ പറ്റില്ല. ഉറുദുവിൻ്റെയും ഹിന്ദിയുടെയും ഒരു സൗന്ദര്യവും ലാളിത്യവും മലയാളത്തിനില്ല. അതിപ്പോൾ എന്നെ ചീത്ത പറഞ്ഞാലും അതൊരു സത്യമാണ്. മലയാളം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേമം എന്ന് പറയണു, മറ്റേ ഹിന്ദിയിലോ ഇതിലോ ആണെങ്കിൽ മുഹബത്ത് എന്ന് പറയണു. ആ ഒരു സംഗീതാത്മകത
അതായത് നമ്മളൊരു വേർഡ്സിനില്ല ഇല്ല, ഉറുദു മ്യൂസിക്കലാണ്. ഗുൻഗുന, ചിരിക്കുക. ആ ഗുൻഗുന എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾക്കൊരു ഗാമ ഗാമ എന്നൊക്കെയല്ലേ വരിക, അല്ലേ? അത് അത് ആരെയും കുറ്റം പറയല്ല, അത് ഓരോ എന്താ പറയുക, ഭാഷയുടെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ഒരു സ്വഭാവമാണ്. ഗാനത്തിലേക്ക് ചിട്ടപ്പെടുത്താൻ ആ ഭാഷകൾ എളുപ്പമാണ്. ഭാഷ, വേർഡ്സ്. ഇപ്പോൾ വയലാറിൻ്റെയും പി ഭാസ്കർ നോക്കൂ, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു ഇടങ്ങഴി മണ്ണുണ്ട്. അതിലേത് വേർഡാണ് നമ്മൾക്ക് മനസ്സിലാവാത്തത്? അതിലേത് വേർഡാണ് മ്യൂസിക്കൽ അല്ലാത്തത്? അല്ലേ? അത് വൊക്കാബുലറി നല്ലോണം ഉണ്ടെങ്കിൽ മലയാളത്തിലും അങ്ങനത്തെ വേർഡ്സ് കണ്ടെത്തി ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷേ പറയാതെ നിവൃത്തില്ല, ഉറുദു ഒരു മ്യൂസിക്കൽ ലാംഗ്വേജ് തന്നെയാണ്. അതിലത്തെ എല്ലാ വേർഡ്സും മ്യൂസിക്കലാണ്. അപ്പോൾ നമ്മൾ സുഗതകുമാരിയുടെയൊക്കെ എടുക്കുമ്പോൾ അതിന്ന് സിമ്പിളായിട്ടുള്ള വേർഡ്സ്, വരികൾ തിരഞ്ഞെടുത്ത് ബാക്കിയുള്ള വരികൾ അവോയ്ഡ് ചെയ്ത് ഒരു ഫോം ആദ്യം ഉണ്ടാക്കണം. ഈ കവിതയ്ക്ക് ഒരു ഗസലിൻ്റെ കുപ്പായം ഇടിക്കണം, എന്നിട്ട് അത് ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്യുമ്പോൾ അത് ഗസലിനോട് ചേർന്ന് നിൽക്കുന്ന രാഗങ്ങളും താളങ്ങളും ആയിരിക്കണം. ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ ആയിരിക്കണം, സിത്താറും അല്ലാതെ ഡ്രംസും ഇതൊന്നും വെച്ചിട്ട് നടക്കില്ല. അർത്ഥതലങ്ങൾ പോവും ചെയ്യരുത്, അർത്ഥതലങ്ങൾ പോകരുത്. വീഡിയോ ചെയ്യുമ്പോൾ അത് പിന്നെയും ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സുഗതകുമാരി ടീച്ചറിൻ്റെ നന്ദി എന്ന് പറഞ്ഞ കവിത, അത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ യാത്ര എങ്ങനെയായിരിക്കണം എന്ന് വായനക്കാരനോട് പറയണ ഒരു കവിതയാണ്. അത് ടീച്ചറിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. വീഡിയോ ടീച്ചറിനെ പോയി കണ്ടു, അനുഗ്രഹം വാങ്ങി, പെർമിഷൻ പിന്നെ ടീച്ചറിനെ തിരുവനന്തപുരത്ത് പോയി കണ്ട് പാടി കൊടുത്തിട്ട് ടീച്ചറിന്റെ വിത്ത് പെർമിഷൻ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നേരത്തെ പരിചയമുണ്ടായിരുന്നു അങ്ങനെ, അതോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പോയതാണ്? അത്ര ക്ലോസ് ആയിരുന്നില്ല, പക്ഷെ ഇത് കൂടിയാണ് ക്ലോസ് ആയത്. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെ ഒരു ആശയം, ടീച്ചറ് ഒരുപാട് സന്തോഷമായി. ടീച്ചറിന് പാടി കൊടുത്തപ്പോൾ ഓക്കെ ആയിരുന്നു. ചില വരികൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് വളരെ കളർഫുള്ളായിട്ടാണ് ചിത്രീകരിച്ചത്. ആദ്യം മാഡം തന്നെ ആയിരുന്നല്ലോ അതിൻ്റെ ആക്ടിങ്ങും ഞാൻ തന്നെയാണ് ചെയ്യാറ്. ചിത്രീകരിച്ചത് വളരെ കളർഫുള്ളായിട്ടായിരുന്നു. ടീച്ചറിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണല്ലോ. പക്ഷേ അതിൻ്റെ റിലീസായപ്പോഴേക്ക് ടീച്ചർ പോയി, ടീച്ചർ മരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇതെങ്ങനെ റിലീസ് ചെയ്യും? ഇത് അത്ര കളർഫുള്ളായിട്ട് എങ്ങനെ നമ്മൾ ടീച്ചർക്ക് അത് ഡെഡിക്കേറ്റ് ചെയ്യും? അങ്ങനെ ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്തു. സോളിൻ്റെ കളറായിട്ടുള്ള വെള്ള കളറ് ഡ്രസ്സ്, വെള്ള കളറ് ബാക്ക്ഗ്രൗണ്ട്, ടീച്ചറിനുള്ള ഒരു എന്താ അന്ത്യയാത്ര എന്നോ എന്താ പറയുക, ആദരാഞ്ജലി, സമർപ്പണം എന്നുള്ള രീതിയിൽ അത് റീഷൂട്ട് ചെയ്തിട്ടാണ്. അത് റീഷൂട്ട് ചെയ്തുള്ളൂ. വേർഡ്സ് കവിത അതുപോലെ തന്നെ പശ്ചാത്തലം നമുക്ക് മാറ്റേണ്ടി വന്ന ഘട്ടത്തിലില്ല. അപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്ത് ഒഴിവാക്കി റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. എങ്ങനെയായിരുന്നു? 4 വരി ചൊല്ലാമോ അതിൻ്റെ? പിന്നെന്താ, ഈ നമ്മൾ മരിച്ചു പോകുമ്പോൾ ടീച്ചറിൻ്റെ വരികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ചതിനോടും കണ്ടതിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ ആത്മാവ് പോകേണ്ടത്. ഇതാണ് ഇതിൻ്റെ തീം. പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആദ്രമേതോ വിളിക്ക് പിന്നിലായി പാട്ടുമൂളി ഞാൻ പോയിടുമ്പോൾ കേട്ട് നിന്നു തോഴരേ നിങ്ങൾ. എൻ്റെ വഴിയിലെ വെയിലിന് നന്ദി, എൻ്റെ ചുമലിലെ ചുമടിന് നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചുകുയിലിനും നന്ദി. പൂക്കളില്ലാതെ പുലരിയില്ലാതെ
അടിപൊളിയായിരുന്നു. ഈ കവിതകൾ ഇപ്പോൾ സുഗതകുമാരി ടീച്ചറൊക്കെ കവിതകൾ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇതിങ്ങനെ ചൊല്ലി കേൾക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ സ്വാധീനം ഇറങ്ങിച്ചെല്ലുന്നത് ആളുകൾക്ക്. ഇപ്പോൾ ഞാൻ കേട്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ ലയിച്ചു പോകുന്നൊരു ഭംഗി അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പഴയ കവിതകളൊക്കെ ഇങ്ങനെ ചൊല്ലി കേൾക്കാൻ നമുക്ക് അവസരം കുറവായിരുന്നു. അത് തോന്നിയിട്ടുണ്ടോ? അതായത് ഇത് കേൾക്കാൻ പാടി കേൾക്കണ്ടേ, ഒരു താളത്തിൽ പാടി കേൾക്കാൻ ഉള്ള അവസരം പണ്ട് കുറവായിരുന്നു. പണ്ടുണ്ടായിരുന്നു, ഇപ്പല്ല. ഇപ്പോഴാണ് കമ്മി. പണ്ടത്തെ ഒരു വായന, ഒരു തലമുറ എന്ന് പറയുന്നത് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയായിരുന്നു. നമുക്കൊന്നും ഫോൺ ഉണ്ടായിരുന്നില്ല. അതൊരു അനുഗ്രഹമായിരുന്നു അല്ലേ? അത് കാരണം നമ്മൾ ബുക്സുകളെ ആയിട്ട് ഒരുപാട് അടുത്ത ബന്ധം, വായന ഉണ്ടായിരുന്ന സമയമായിരുന്നു. പിന്നെ ഞാൻ വളരെ പരന്ന വായനക്കാരിയാണ് ഇപ്പോഴും. അതെ, നമ്മൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫോണിനോടുള്ള ബന്ധമാണ് പണ്ട് നമുക്ക് പുസ്തകങ്ങളോട് ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കവിതകളായിരുന്നു എനിക്ക് നോവലിനേക്കാളും കഥകളെക്കാളും ഒക്കെ എനിക്കിഷ്ടമുള്ള സാഹിത്യശാഖ കവിതയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ചൊല്ലിത്തരണതും ഞങ്ങൾ ഏറ്റു ചൊല്ലണതും ഒക്കെ എൻ്റെ ആ കവിതയോടുള്ള ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കവിതകൾ ഇങ്ങനെ പാടിയാലല്ലേ ആൾക്കാർ കൂടുതൽ എൻജോയ് ചെയ്യുക. ആ ഒരു കവിതയുടെ മഞ്ജരി വൃത്തോ കാകളി വൃത്തോ ഒന്നും അല്ലാതെ നമ്മൾ ഒരു പാട്ട് രൂപത്തിൽ അത് അവതരിപ്പിക്കുമ്പോഴല്ലേ ഈ കവിതകൾ കൂടുതൽ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കൂടുതൽ ആസ്വാദ്യമാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അന്നും നമ്മളിപ്പോൾ പഠിക്കുമ്പോഴൊക്കെ കവിതകൾ ടീച്ചർമാരൊക്കെ ചൊല്ലി തരാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ട് അത് കേൾക്കുമ്പോൾ ഒരു ഭംഗി വേറെയാണല്ലോ. അതിൻ്റെ ഭംഗി വേറെയാണ്. പണ്ടൊക്കെ കവിതകൾ നമ്മൾ ചൊല്ലിയിട്ട് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ആത്മാവിലൊരു ചിതയൊക്കെ വയലാറിൻ്റെ പേരക്കുട്ടി പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി. ഇതൊക്കെ ഇങ്ങനെ ചൊല്ലിപ്പോണതല്ലേ. അതുപോലെ മധുസൂദനൻ നായർ 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. ഇതൊക്കെ മധുസൂദനൻ നായരൊക്കെ കുറച്ചും കൂടി ജനകീയമാക്കി തോന്നുന്നു. മുരുകൻ കാട്ടാക്കട ഒക്കെ ജനകീയമാക്കി. പക്ഷെ അവരൊക്കെ ചൊല്ലിയിട്ട് തന്നെയാണ് അത്. പക്ഷെ അവർ ചൊല്ലണത് അവരുടെ കവിതകളല്ലേ. അപ്പോഴും കവിതയുടെ ഭംഗി ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അതിനൊരു ട്യൂണുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നമ്മളുടെ ജനറേഷനും ഇപ്പോഴത്തെ ജനറേഷനും നമ്മളുടെ ഒരു ജീവിതശൈലിയും ഇപ്പോഴത്തെ ജീവിതശൈലിയും തമ്മിലുള്ള വ്യത്യാസം കാരണമാണ് ഞാൻ അങ്ങനെ പറയണത്. ഇങ്ങനെയെങ്കിലും കവിതകൾ പീനെയും സുഗതകുമാരിനെയും ഒക്കെ ആൾക്കാരെ അറിയട്ടെ. ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചാണെന്ന് വെച്ചാൽ ഒന്നിനും സമയമില്ല അവർക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് അവർ കേൾക്കുള്ളൂ. അത്രേ ഉള്ളൂ. അവർ വായിക്കും എനിക്ക് തോന്നുന്നില്ല കവിതകൾ. ഇങ്ങനെ കേൾക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കവയിത്രി ഉണ്ടല്ലേ, ഒരു ടീച്ചർ, സുഗതകുമാരി ടീച്ചർ, അവരെത്ര നന്നായി എഴുതുമല്ലേ എന്നൊക്കെ. അവർ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്താ കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ളത്. അതാണ് സത്യം. ഇപ്പോൾ നമ്മൾ കവിതകളെ കുറിച്ച് പറഞ്ഞു, ഗസൽ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അഭിനയിക്കാനും അവസരം കിട്ടിയ സിനിമകളിൽ എങ്ങനെയായിരുന്നു സിനിമ രംഗത്തേക്ക് വന്നത്? ഇപ്പോൾ ഫേമസ് ആയ സംവിധായകരൊപ്പം തന്നെ ഒക്കെ ആണ് അഭിനയിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ആദ്യ ചിത്രത്തിലേക്കൊക്കെ വന്നത്? എങ്ങനെയായിരുന്നു അഭിനയമോഹം മനസ്സിലുണ്ടായിരുന്നു? ഒട്ടുമില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും പാട്ട് തന്നെ ഉള്ളൂ. അഭിനയമൊക്കെ വന്ന് പാട്ടിൻ്റെ പിന്നാലെ ഞാൻ പോവും. അഭിനയം എൻ്റെ പിന്നാലെ വന്നതാണ്. യാദൃശ്ചികമായി സംഭവിച്ചതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സൂഫി പറഞ്ഞ കഥയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അതിൻ്റെ ഡയറക്ടർ പ്രിയനന്ദനൻ സാറാണ്. പ്രകാശ് ബാരയാണ് പ്രൊഡ്യൂസർ. ഈ പ്രകാശ് ബാര എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂൾ മേറ്റാണ്, അല്ല കോളേജ് മേറ്റാണ്, എൻജിനീയറിംഗ് കോളേജ് മേറ്റാണ്. അപ്പോൾ ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രകാശേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പ്രകാശേട്ടൻ പറഞ്ഞു പ്രിയൻ സാറിനെ വന്ന് കാണൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആൽബംസിലൊക്കെ ഞാൻ തന്നെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ പുലരി ഇപ്പം പാടിയില്ലേ, അതും കൊണ്ട് കാണിച്ചു കൊടുത്തു, ഇതാ ഞാൻ പാടും. അപ്പോൾ ഇത് ആൽബം കണ്ടപ്പോൾ പ്രിയേട്ടൻ ചോദിച്ചു, എന്നാൽ ഒരു റോള് ചെയ്യൂ. ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ട് തരുമോ? രണ്ടും കൂടി തരില്ല, റോൾ ഉറപ്പാണ് എന്ന് പറഞ്ഞു. ശരി, പ്രിയേട്ടൻ വിളിക്കണു. സ്റ്റേറ്റ് ദേശീയ അവാർഡ് കിട്ടിയ സംവിധായകനാണ്. ഞാൻ എന്തിനാ വേണ്ട പറയണേ? അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ട്രൈ ചെയ്തു. ഈക്വൽ ടു ഹീറോയിൻ ഉള്ള ഒരു റോളായിരുന്നു. അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ വന്നു, പിന്നെ അടുത്ത സിനിമ വന്നു. അങ്ങനെ ഇപ്പോൾ പാടിയതിനേക്കാൾ കൂടുതൽ ആക്ട് ചെയ്തു. പക്ഷേ പാടാൻ തന്നെയാണ് എൻ്റെ അഭിനയിച്ച സിനിമകളിലെല്ലാം പാടാൻ അവസരം കിട്ടിയോ? അതോ
ഒരു സിനിമയിൽ കിട്ടി. അതിൽ എൻ്റെ റോളിൽ ഞാൻ തന്നെയാണ് പാടണേ. അത് പി ബാലചന്ദ്രൻ നമ്മളെയൊക്കെ വിട്ടുപോയി, ബാലേട്ടൻ. അദ്ദേഹമാണ് ഇപ്പം എന്താ അദ്ദേഹത്തിൻ്റെ ഒരു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, സദയമല്ല, മോഹൻലാൽ കുക്കായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ, തിലകനും ശ്രീവിദ്യയും ഇവര് ഓൾഡ് ഏജിൽ ഇവര് എന്താ അതിൻ്റെ പേര്, പവിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ബാലേട്ടനാണ്, പിന്നെ അങ്കിൾ ബണ്ണിന്റെ സ്ക്രിപ്റ്റ് ബാലേട്ടനാണ്. അങ്ങനെ ഒരുപാട് ഒരു നല്ല നല്ല സിനിമകളുടെ സ്ക്രിപ്റ്റ് ബാലേട്ടനാണ്. ബാലേട്ടന്റെ, അതായത് പി ബാലചന്ദ്രൻ, ഞാൻ പറയുന്ന ബാലേട്ടന്റെ ഫസ്റ്റ് ഡയറക്ഷൻ നടക്കുന്ന സിനിമയാണ് ഇവൻ മേഘരൂപൻ. നമ്മുടെ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണത്. അപ്പം പണ്ടൊക്കെ ഇപ്പോഴൊക്കെയുള്ള ഈ നായക പരിവേഷമാണ് പണ്ട് മഹാകവികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ പിക്ക് കുറേ കാമുകിമാരുണ്ടായിരുന്നു. അതിൽ ഒരു കാമുകിയാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി സിനിമയിൽ. 7 ഹീറോയിൻസ് ആയിരുന്നു അതിലൊരാളായിരുന്നു. അപ്പം ശരത് സാറായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ എൻ്റെ റോളിൽ ഞാൻ തന്നെയാണ് പാടിയത്. പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ ഇന്നലെ ഞാനൊരു മുല്ല നട്ടു, മുല്ലയ്ക്ക് മുക്കുടം വെള്ളമൊഴിച്ചു, മുല്ലയിൽ മുന്നാഴിപ്പൂവ് പൂത്തു, മുല്ലയിൽ മുന്നാഴിപ്പൂവ് പൂത്തു, എന്തിലറുക്കണം ഈ പാട്ട് ഇപ്പോൾ പഠിക്കാനൊക്കെ ഉണ്ട് തോന്നുന്നു, കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഉണ്ട് തോന്നുന്നു. ഇത് പി എഴുതിയതല്ല, പി എവിടെയോ കേട്ട പാട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലേ, സ്കൂളിലുണ്ട് അല്ലേ? രസമുണ്ട്, കുട്ടികൾ പാടുന്നതൊക്കെ കേൾക്കാം. ശരി, ടീച്ചർ മാഡം പാടി കേട്ടപ്പോൾ ഒന്നുകൂടി ആസ്വാദ്യമായിട്ട് തോന്നിയത്, ഭംഗിയുണ്ട് കേൾക്കാം. പിന്നെ എങ്ങനെയായിരുന്നു സിനിമ, കൂടുതൽ സിനിമയിലേക്ക് അവസരം വന്നു? 10-12 ഫേമസ് ആയി, അഭിനയിക്കുന്നു, പാടാനും കിട്ടണമൊക്കെ ഉണ്ട്. പക്ഷെ ആക്ട് ചെയ്യാനാണ് കൂടുതൽ വിളിക്കുന്നല്ലേ? അതെ, പാടാനാണ് എന്നെ വിളിക്കേണ്ടത്. ഞാനത് എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞുകൊണ്ടിരിക്കും, പാടാനാണ് എന്നെ വിളിക്കേണ്ടത്. ഈ ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മുടെ സ്വദേശത്തും വിദേശത്തും ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നിൽക്കുമ്പോഴും ഒരുപാട് പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ വായിച്ചതാണ്, പാകിസ്ഥാൻ മുൻ പ്രസിഡൻ്റായിരുന്ന പർവേസ് മുഷറഫിൻ്റെ ഒക്കെ അവര് മുന്നിൽ ഒരു കുറി പാടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ? ഇന്തോനേഷ്യയിൽ അദ്ദേഹം വിസിറ്റിന് വന്നതാണ്. അപ്പോൾ അത്താഴ വിരുന്നിൻ്റെ സമയത്ത് ഗസൽ ചെയ്തത് ഞാനാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു, പ്രൊണൗൺസിയേഷനെ പറ്റി പറഞ്ഞു, ഉറുദു പ്രൊണൗൺസിയേഷനൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞു. അദ്ദേഹം എൻജോയ് ചെയ്യണത് ഞാൻ കണ്ടു. അതൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് അല്ലേ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പിന്നെ ബാക്കി കഥകളൊക്കെ അവിടെ ഇരിക്കട്ടെ, ആ സമയത്ത് അദ്ദേഹം പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കത് പ്രൗഡ് തന്നെയാണ്. ഇപ്പോഴും ഒരുപാട് വേദികൾക്കൊക്കെ പോകുമ്പോൾ ആളുകൾ എന്താണ് ആവശ്യപ്പെടാറ്? ഇങ്ങനെ പാട്ട് പാടണം അങ്ങനെയൊക്കെ ആവശ്യപ്പെടാറ്? ഗസലിൻ്റെ ഒരു സ്വഭാവമാണ്, ആ കലയുടെ ഒരു സ്വഭാവമാണ്. വേറൊരു കലയ്ക്കുമില്ലാത്ത ഒരു പ്രത്യേകതയാണത് ഗസലിൻ്റെ. നമ്മളിവിടുന്ന് ഓർക്കസ്ട്രയും ഞാനും ഒക്കെ ഇരുന്ന ഒരു 10-20 പാട്ടൊക്കെ പാടി ചിട്ടപ്പെടുത്തി ഇത് ഒന്ന് കഴിഞ്ഞാൽ ഒന്നൊക്കെ വിചാരിച്ചു പോവും. അവിടെ എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഓഡിയൻസാണ് തീരുമാനിക്കുക നമ്മൾ ഏതാ പാടേണ്ടത്. അങ്ങനെ അതിൻ്റെ സ്വഭാവം തന്നെ മാറും. ഇത് എവിടെ പോയി എവിടെ നിൽക്കുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. പക്ഷെ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അവർ പറയണു, ഞാൻ പാടണു, ഞാൻ പറയണു, അവർ കേൾക്കണു. അതൊരു അങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ടോ? അല്ലേ, ഓഡിയൻസുമായിട്ട് ഇത്ര നമ്മൾ കണക്റ്റഡ് ആവണ ഒരു സംഭവേ അത് ഗസലിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണത്. ഈ പുതിയ പാട്ടുകളൊക്കെ അങ്ങനെ ഗസലിലേക്ക് നമുക്ക് മാറ്റി ചിട്ടപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? പഴയ പാട്ടുകളാണല്ലോ. പുതിയ പാട്ടുകളിൽ ഞാൻ പറഞ്ഞ പ്രശ്നമാവോ? കവിത കുറവല്ലേ? എനിക്ക് പാടണം എന്നുള്ളതുകൊണ്ടേ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടുമോ എന്നറിയില്ല. പക്ഷേ ഞാൻ കേട്ടിടത്തോളം ട്യൂൺ നന്ന്, വീഡിയോ നന്ന്, വരികൾ പോരാ എന്ന് തോന്നുന്നു. കാരണം എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവണില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ ഗദ്യം എഴുതിയിട്ട് ഇത് പദ്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ പട്ടിയെ ആടാക്കണ പരിപാടിയല്ലേ. പദ്യം എഴുതാൻ നല്ല പാടാണ്.
ആടകാന്തം കവിത്വം എന്ന് പറയണ പോലെ കവിതയാണ് അത് അൾട്ടിമേറ്റ്. അതിലേക്ക് ഒരാൾ ഇറങ്ങിച്ചെന്ന് അത് പറ്റണമെന്നുണ്ടെങ്കിൽ ദൈവാധീനവും ദൈവാനുഗ്രഹവും തന്നെ വേണം. പറയാൻ പാടുമെന്നറിയില്ല. അതിന് പറ്റാത്തവരാണ് ഈ ഗദ്യം എഴുതണി പദ്യമാണെന്ന് അവകാശപ്പെടുന്നത് തോന്നുന്നു അല്ലേ? ഓർക്കസ്ട്രയ്ക്ക് ഇന്ന് കൂടുതൽ പ്രാധാന്യമുണ്ട് കൊടുക്കുന്നുള്ളൂ. അത് വരികൾക്ക് പ്രാധാന്യത്തിനേക്കാൾ ഇൻസ്ട്രുമെൻസിനാണ് പ്രാധാന്യം. അതിൽ വരികൾ മുങ്ങിപ്പോണം എന്നും കൂടി ചിന്തിക്കുന്നവരുണ്ട്. കാരണം വരികൾക്ക് അർത്ഥമില്ല എന്ന് അവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പാട്ട് ആളുകളെ ആസ്വാദ്യമാക്കുക എന്നതിനപ്പുറം വേറെ ഒന്നും ഒരു താല്പര്യം. പിന്നെ ഈ വീഡിയോ മേക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് ഹിറ്റാവുകയാണ്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പടം ഹിറ്റാവുമ്പോൾ അതിലുള്ള പാട്ടുകൾ ഹിറ്റാവണ പോലെ, മമ്മൂട്ടിയുടെ ഒരു പടം ഹിറ്റാവുമ്പോൾ അതിലുള്ള പാട്ടുകൾ ഹിറ്റാവണ പോലെ, ഒരു വീഡിയോ ഹിറ്റാവുമ്പോൾ എന്തോ പാടണു എന്തോ പറയണു, പക്ഷെ പാട്ട് ഹിറ്റാവും. സിനിമ പാട്ടുകൾ അങ്ങനെ ഏതെങ്കിലും ഗസൽ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അയ്യോ ഇല്ല, അത് അക്സെപ്റ്റബിൾ ആവില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, അതിന് മുതിർന്നിട്ടില്ല. ഞാൻ കവിതകളെടുത്ത് ചെയ്യണമെന്ന് മാത്രം, സിനിമാ പാട്ടുകളെ തൊട്ട് കളിച്ചിട്ടില്ല. ഇപ്പം നോക്കൂ, പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ലൈവ് ഇപ്പോൾ പാടണ ബാബുക്കയുടെ പാട്ടുകളും ഒക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പാടണത്. അതൊരു ഗസൽ പോലെയാണ് പാടുന്നത്. ചിട്ടപ്പെടുത്തിയ പാട്ടാണല്ലോ. അല്ല, ഇപ്പോൾ ഈ താനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നമ്മൾ കേൾക്കണ പോലെയല്ല. അതിന് കുറച്ചൊക്കെ നമ്മുടേതായിട്ടുള്ള ഇംപ്രവൈസേഷനും ചേർത്തിട്ടാണ് പാടുന്നത്. ഇപ്പോൾ ആ പാട്ടില്ലേ, പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം, മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാടമാറ്റിയ പ്രായം. ഇതൊക്കെ ജാനകിയമ്മ പറയണ അതേപോലെ പാടാൻ ശ്രമിക്കാൻ തന്നെ ഗസലിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഹൃദയം എങ്ങനെ പറയണു അതുപോലെ അത് പാടാം. അതുപോലെ ബാബുക്കയുടെ വേറൊരു പാട്ടില്ലേ, അത് ഞാൻ ഇങ്ങനെയാ തുടങ്ങാറ്. കണ്ണുനീർ കൊണ്ടു നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിൻ്റെ കുമ്പത്ത് പട്ടുനൂലോ ഞാല കെട്ടി ഞാൻ, പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലു ഞാല കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല കെട്ടി ഞാൻ. കാലക്കടലിൻ്റെ അക്കരെ അക്കരെ മരണത്തിൻ മൂകമാം താഴ്വരയിൽ കണ്ണുനീർ കൊണ്ടു നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിൻ്റെ കുമ്പത്ത്, കൽക്കണ്ടമാവിൻ്റെ കുമ്പത്ത് പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലു ഞാല കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല കെട്ടി ഞാൻ. കണ്ണുനീർ കൊണ്ടു നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിൻ്റെ കുമ്പത്ത് പട്ടുനൂലു ഞാല കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല കെട്ടി ഞാൻ. ഇപ്പോഴും നമ്മളെ ഇരുത്തുന്നൊരു ഇതാണ് ഇതിന്റെ ഈ വടികളുടെ ഓർഡർ ഇതുപോലെയല്ല. അത് എൻ്റെ ഇഷ്ടത്തിന് മാറ്റാണ് ആദ്യം തുടങ്ങണം. അത് ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു, ഇടയിൽ വെച്ച് മിക്സ് ചെയ്യണു. ഇതൊക്കെ ഗസൽ തരുന്ന സ്വാതന്ത്ര്യമാണ്. ഇത് നമ്മൾ സ്വയം തന്നെയാണോ അതോ ആരെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്? ആ സമയത്ത് ഓഡിയൻസ് ഇഷ്ടമല്ലെങ്കിൽ അവര് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അഭിപ്രായം പറയും, നമ്മളെ തന്ന് മീറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ എൻജോയ് ഇല്ല ഇല്ല, അതെൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കവിത വായിച്ച് ശീലമുള്ളതുകൊണ്ട് ഏത് ഇപ്പൊ ഗസലാക്കുമ്പോൾ തന്നെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്. മ്യൂസിക് കമ്പോസിങ് വേറെ കൊടുക്കും. പക്ഷെ കവിതയിൽ എഡിറ്റ് ചെയ്യാൻ ഞാനാണ്. വേർഡ്സും വരികളും ഒക്കെ മുറിയാതെ നോക്കണ്ടേ, ഇടയിൽ ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യാറ്. എല്ലാ കവിതകളും അങ്ങനെ പറ്റാറില്ല അല്ലേ? ചില ഈ നന്ദിയേക്കാൾ രസമുള്ള കവിതകൾ ഉണ്ടാവാം സുഗതകുമാരിയുടെ. പക്ഷെ നമുക്കത് ഗസലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവോയ്ഡ് ചെയ്യേണ്ടി വരും. പിയുടെ ചില കവിതകളൊക്കെ നല്ല കടുകട്ടിയാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ ശ്രാന്തമമ്പരമൊക്കെ എങ്ങനെ പാടാനാണ്? ശ്രാന്തമമ്പരം എങ്ങനെയാ പാടുക?
അത് കവിത ഗസലാക്കിയാൽ തന്നെ. അത് യേശുദാസ് പാടിയോണ്ട് കുറച്ച് ഭേദമാണ്. അയ്യോ നല്ലോണം ഭേദമാണ്. പുതിയ കവിതകൾ അങ്ങനെ പരിഷ്ഠരുണ്ടോ? പുതിയ എഴുത്തുകാരുടെ അങ്ങനെ ആരെങ്കിലും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് പ്രഭാവർമ്മയുടെ, നമ്മുടെ ദേശീയ അവാർഡ് വിന്നർ പ്രഭാവർമ്മയുടെ കവിതയാണ്. അത് എന്താണ്, ജെറി അമൽദേവിനെ കൊണ്ടാണ്. പണ്ടത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ, മഞ്ഞണിക്കൊമ്പിലൊക്കെ വെച്ച് അദ്ദേഹം ചെയ്തു തരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്വാസ്ഥ്യങ്ങൾ കുറേ ഉണ്ട് അദ്ദേഹത്തിന്. അതൊക്കെ ഓവർകം ചെയ്ത് ചെയ്യുമെങ്കിൽ ആ പ്രൊജക്റ്റ് നടക്കും, അല്ലെങ്കിൽ ബിജിപാൽ സാറായിരിക്കും ചെയ്യുക, സംഗീത സംവിധാനം. അതാണിപ്പോൾ ലേറ്റസ്റ്റ്. ഇപ്പോൾ പ്രഭാവർമ്മ സാറിൻ്റെ പാട്ടുകൾ എനിക്ക് ഒരുപാട് മധുരമായിട്ട് തോന്നാറുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ അതിൽ ഒരുപാട് ലാളിത്യമുള്ള പദങ്ങളുണ്ട്. അത് ഗസലിന് പറ്റുന്ന കവിതകളുമാണ്. എല്ലാവരുടെയും അങ്ങനെ തോന്നാറില്ല, ബീങ് ഫ്രാങ്ക്. അങ്ങനെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ ഇതിലേക്ക് അതേ പറ്റുള്ളൂ. എല്ലാ കവിതകളും ഗസലിന് പറ്റില്ല. അച്ഛൻ എഴുത്തുകാരനായിരുന്നു, ബാലസാഹിത്യകാരനായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ എഴുതുമോ? കവിതയൊക്കെ എഴുതാറുണ്ടോ? അതോ? എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. കവിതയാണ് ഇഷ്ടം. ഒരു ഗസലിന് കുറേ റൂൾസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഒരു കവിത ഒരു പാട്ട് ഞാൻ ഗസലാക്കാൻ ശ്രമിച്ചിരുന്നു. നല്ല അപ്രിസിയേഷനായിരുന്നു. ആ നിമിഷങ്ങൾ പൂകളാണെങ്കിൽ, നിമിഷങ്ങൾ പൂകളാണെങ്കിൽ ആ പൂകൾക്കെന്തൊരു സൗരഭ്യം, അനുരാഗമൊരു ഗാനമാണെങ്കിൽ ആ ഗാനത്തിനെന്തൊരു മാധുര്യം, നിമിഷങ്ങൾ പൂകളാണെങ്കിൽ. നമ്മുടെ തന്നെ വരികളാണ്. അത് നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് വരികൾ. ഇപ്പോൾ സാധാരണ ഓണം സമയമൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവാറുണ്ടോ? അതോ പ്രോഗ്രാംസൊക്കെ കൂടുതൽ കിട്ടുന്ന സമയമാണോ ഓണം? ശരിക്കും ഓണം കഴിഞ്ഞാലാണ് ഓണം പ്രോഗ്രാംസ് വരിക. ഓണത്തിൻ്റെ 10 ദിവസം ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ അങ്ങനെയുള്ള പ്രോഗ്രാംസാണ് വരിക. കോൺസെർട്ടൊക്കെ വരിക. ഓരോ കോളനിക്കാരും ഓരോ അസോസിയേഷൻസും ഒക്കെ ഓണം ആഘോഷിക്കുക ഈ 10 ദിവസം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ്. അപ്പോഴാണ് അധികവും മിഡിൽ ഈസ്റ്റിലാണ് ഉണ്ടാവുക. പുറത്താണ് വിളിക്കാറ് അധികവും. ഇത്തവണ നമ്മുടെ നാട്ടിൽ തന്നെ ആയി. അതെ, പക്ഷെ കോൺസെർട്ട് വരിക പുറത്താണ്. അത് ഓണം കഴിഞ്ഞിട്ടാണ് വരാറ്. ഇത്തവണയുണ്ട്. മലയാളി സംഘടനകളൊക്കെ വിളിക്കും. ഇപ്പോൾ പാലക്കാടാണ് ഇപ്പോൾ സെറ്റിൽഡ് കുറച്ച് വർഷങ്ങളായിട്ട്. ഇവിടെ തന്നെയാണോ നമ്മുടെ ശരിക്കുള്ള പ്രോപ്പറായിട്ട് വരുന്നത്? അച്ഛൻ്റെ തറവാട് തൃശ്ശൂരാണ്, അമ്മയുടെ പാലക്കാട്. റിലേറ്റീവ്സ് ഒക്കെ ഇവിടെയാണ്. ഇവിടെ ഇപ്പോൾ സെറ്റിലായിട്ട് പോവുകയാണ്. ഇവിടെ നിന്നാണ് പ്രോഗ്രാംസിനൊക്കെ ഇപ്പോൾ പോവാറ്. പിന്നെ ഓണത്തെ പറ്റി വേറെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓണത്തിനെ പറ്റി പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഒരുപാടുണ്ടല്ലോ. അച്ഛനും ഓണമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഒരു മെമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണക്കാലത്താണ് ഞങ്ങൾ തലശ്ശേരിയിലായിരുന്നു. തലശ്ശേരിയിൽ നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ ഈ മുസ്ലിം ഫാമിലീസ് താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അടുപ്പിച്ചിട്ടുള്ള എനിക്കൊന്നൊരു 3-4 ക്ലാസ്സിലോ ആണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഇവരെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അച്ഛനല്ല, പൊതുവെയുള്ള ഒരു എന്താ പറയുക, നെയ്ബേഴ്സുമൊക്കെ തലശ്ശേരിക്കാർ പൊതുവേ ജാടില്ലാത്ത ആൾക്കാരാണ്. കണ്ണൂർ, തലശ്ശേരി ആ സൈഡ് വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് അവർ. അതുകൊണ്ട് തന്നെ വളരെ പച്ചയായ മനുഷ്യരാണ് ഞാൻ പറഞ്ഞ ഇവിടെ ഉണ്ടായിരുന്നത്. അവിടുന്ന് വരുന്ന സന്തോഷങ്ങളായാലും അവിടുന്ന് വരുന്ന സങ്കടങ്ങളായാലും എക്സ്ട്രീംസാണ്, ഉള്ളിൽ തട്ടിയിട്ടുള്ളതാണ്. അതിന് ഇത് കൂടും, നിറം കൂടും. നമ്മൾക്കിപ്പോൾ ഒരു മരണ വീട്ടിൽ പോയാൽ നമുക്കറിയാം അവിടെ പോയിട്ട് എങ്ങനെ ഇരിക്കണം, എങ്ങനെ കരയണം. അവരങ്ങനെയല്ല. അവർക്ക് ഒരു റിലേറ്റീവ് മരിച്ചാലും ഒരു ഫ്രണ്ട് മരിച്ചാലും അവർക്ക് ഒരേപോലെയാണ്. അവരത് കാണിക്കും. അവരുടെ ആഘോഷങ്ങളായാലും കടുത്ത വർണ്ണങ്ങളാണ്. അതാണ് ഒരു കുട്ടി എന്നുള്ള നിലയിൽ അന്നത്തെ എൻ്റെ മനസ്സ് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് എനിക്ക് അവിടെ ഊഞ്ഞാൽ വേണം. തൊടിയിൽ ഊഞ്ഞാലിട്ടു.
ഞാൻ തന്നെ ആടി, ആരുമില്ല, ഫ്രണ്ട്സ് ആരുമില്ല, ഉള്ള ആകാശം തൊട്ടും തൊടാതെയും ഒക്കെ ഞാൻ ആടി കഴിഞ്ഞ് തിരിച്ചു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ബഹളം കേട്ടിട്ട് നോക്കുമ്പോൾ അവിടെ എല്ലാ ഞാൻ പറഞ്ഞ ആ സ്ഥലത്തുള്ള കുട്ടികളൊക്കെ വന്ന് അവർ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അവർ ഊഞ്ഞാല് കയ്യേറിയിരിക്കണം. അപ്പോൾ ഈ കയ്യേറുക എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കണം, കാരണം മുതിർന്നവർ പറയുന്ന ഞാൻ കേൾക്കണ ഒരു വേർഡാണത്. എനിക്ക് സങ്കടമായി. ഈശ്വര, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ഊഞ്ഞാൽ ഇവരെടുത്തുല്ലോ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ കാര്യം ചോദിച്ചു. ആ സംഭവം പറഞ്ഞു, ഇങ്ങനെ അവരവിടെ എൻ്റെ ഊഞ്ഞാൽ തൊട്ടിരിക്കണം അച്ഛൻ ചോദിച്ചു, മോൾക്ക് അവരുടെ കൂടെ പോയി കളിച്ചൂടെ ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ നിന്നു. അവരെന്നെ കൂട്ടുമോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അച്ഛൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യൂ, മോൾ അവരുടെ അടുത്ത് പോയി നിൽക്കൂ, പക്ഷെ കരയരുത്, കരഞ്ഞാൽ അവർ പേടിക്കും. ശരി, എനിക്ക് എൻ്റെ ഊഞ്ഞാൽ കിട്ടണം, ഞാൻ എന്തും ചെയ്യും. ഞാൻ അതിൻ്റെ അടുത്ത് പോയി അവരുടെ അടുത്ത് ഇങ്ങനെ വെറുതെ നിന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ അവരാകെ ഷോക്ക്ഡായി. അവർ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ഞാൻ വരുത്തി കൂട്ടി ഒരു ആർട്ടിഫിഷ്യൽ ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിന്നു. ഊഞ്ഞാൽ കിട്ടണമല്ലോ. പക്ഷെ പിന്നെ നോക്കുമ്പോൾ ഞാനിങ്ങനെ ഉയരുകയാണ്. അവരെന്നെ എടുത്ത് അവരുടെ മുമ്പിൽ ഇരുത്തി അത് ആട്ടി. ഞാൻ വിചാരിച്ചു, ഇത് എന്താ സംഭവിക്കണേ? ഞാൻ വല്ല ക്യൂനൊറ്റയാണോ? കഴിഞ്ഞ് ഞാനത് ഇറങ്ങി. അവരോരോരുത്തരായിട്ട് കയറി. ഞാൻ അവരെ ഗിവ് ആൻഡ് ടേക്ക്. ഞാൻ പഠിച്ച ആദ്യത്തെ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള വല്ലാത്തൊരു അനുഭവമായിരുന്നു അല്ലേ അത്? ഓണം ഒരു ഒരുമയുടെ സന്ദേശമാണെന്നും കൂടിയാണ് മാഡം പറഞ്ഞു വെക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രോജക്റ്റ് ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണ് മനസ്സിൽ തങ്ങി എന്തെങ്കിലും അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, ചെറിയ അമൽദേവും, അതാണ് നമ്മുടെ മുന്നിലുള്ളൊരു പ്രോജക്റ്റ്. അത് നടക്കണം. അത് മഴയാണ് തീം. മഴ പോണു വരണു, മഴ ഇല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. ജെറി സാറാണെങ്കിൽ വയ്യാനും 86 വയസ്സായി അദ്ദേഹത്തിന്. പക്ഷെ ബ്രെയിൻ നല്ല ഷാർപ്പാണ്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. സംഭവിച്ചാൽ സംഭവിച്ചു, അത്രേ പറയാൻ പറ്റൂ. കാരണം അദ്ദേഹം ചെയ്തു തരണ്ടേ. അദ്ദേഹത്തിന് മുട്ടിന് കുറച്ച് വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മഴ കഴിഞ്ഞിട്ടെന്ന് പറയുകയാണെങ്കിൽ അതെനിക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് വേറെ പാട്ട് ജെറി സാറിന് കൊടുക്കേണ്ടി വരും. എന്തായാലും അത് നടക്കട്ടെ. പിന്നെ ഫാമിലിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഹസ്ബൻഡ് സുനിൽ നെടുങ്ങാടി, അദ്ദേഹം അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം ഒരു സിംഗറാണ്, അസലായിട്ട് പാടും. പക്ഷേ പാട്ട് മാത്രമായാലും മാമുണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഹൈ പൊസിഷനിൽ തന്നെയാണ്. ഒരു പ്രോജക്റ്റ് ഹെഡാണ്. നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ടാണ്. പിന്നെ സൂപ്പർ സപ്പോർട്ടാണ്. പിന്നെ മോൻ AI പഠിക്കുകയാണ്. അവനും സിംഗറാണ്. അവൻ പക്ഷേ വെസ്റ്റേണിലേക്കാണ് പോയിരിക്കുന്നത്. വെസ്റ്റേൺ ബാൻഡിലാണ് പാടാറൊക്കെ. പിന്നെ വെസ്റ്റേൺ ബാൻഡിലാണ് അവൻ. അതെ, കലാകുടുംബം തന്നെയാണ് നമ്മുടെ. അതെ, ആർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു എന്താ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. മാഡത്തിനും കുടുംബത്തിനും എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഈ ഓണം സമൃദ്ധമാവട്ടെ, കൂടുതൽ പ്രോഗ്രാംസുകൾ കിട്ടട്ടെ, ഇനിയും കൂടുതൽ ഗസൽ സോങ്സൊക്കെ കമ്പോസ് ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെയും ചാനലിൻ്റെയും ഓണാശംസകൾ നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് കുറച്ച് സമയം ഈ ഓണനാളിൽ ഞങ്ങളോടൊപ്പം ചിലവഴിക്കാൻ അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ. എന്നെ ഈ ഓണത്തിന് വിളിച്ചതിന്, ഇവിടെ വന്നതിന്, ഇത്ര ഹൃദ്യമായ ഒരു സംവാദത്തിനിടയാക്കിയതിന്, ഇത്ര കഷ്ടപ്പെട്ട് അവിടുന്ന് വന്നതിന് എല്ലാവർക്കും, മലബാർ ന്യൂസ് ചാനലിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, പ്രദീപ് ജിക്കും ക്യാമറാമാൻ മാർക്കും നന്ദി. ഭക്ഷണത്തിൽ വിഷമില്ലാതെ, മനസ്സിൽ വിഷമില്ലാതെ ഓണത്തിൻ്റെ ഒരു 10 ദിവസമെങ്കിലും ഇരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഹൃദ്യമായ ഓണാശംസകൾ. പൂവേ പൊലിപ്പൂവേ, പൂവേ പൊലിപ്പൂവേ, പൂവേ പൊലിപ്പൂവേ, 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 പൂവേ പൊലിപ്പൂവേ, പൊലിപ്പൂവേ, ഒരു നുള്ളു കാക്കപ്പൂ കടം തരാമോ, ഒരു കുന്നു തുമ്പപ്പൂ പകരം തരാം. പൂവേ പൊലിപ്പൂവേ, പൂവേ
പൂവേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ പൊലി പൂവേ